ഒരു ടുക്ക് റീറ്റാത്തായാലും ആദ്യത്തെ സീസണിൽ എന്താ നടക്കണേ, വിൽ ബയേഴ്സ് എന്നുള്ള കുട്ടി അപ്സൈഡ് ഡൗണിൽ കാണാണ്ടാവുന്നു. ഹോക്കിൻസിലെ ലാബില് സീക്രട്ട് ആയിട്ട് നടന്ന എക്സ്പെരിമെന്റ്സിലൂടെ പവേഴ്സ് സംഭവിച്ച 11 എന്നുള്ളൊരു കുട്ടി പുറത്തിറങ്ങുന്നു. ഈ കുട്ടി അപ്സൈഡ് ഡൗണിൽ പോയ ഈ വില്ലിനെ കണ്ടുപിടിക്കാനും അവിടുന്ന് പുറത്തിറങ്ങി ഡെമഗോർഗൻ എന്നുള്ള സാധനത്തിന് ഫൈറ്റ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ആ ഫൈറ്റിൽ ഈ കുട്ടി ഡിസപ്പിയർ ആയി പോയി എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ഈ കുട്ടി തിരിച്ചു വന്ന് ടൗൺ ഷെരീഫായ ജിം ഹോപ്പറിന്റെ കൂടെയാണ് താമസിക്കുന്നത്. സീസൺ 2ലേക്ക് വരുന്നു. എല്ലാരും പോയി എന്ന് വിചാരിക്കുന്ന അപ്സൈഡ് ഡൗൺ അവിടെ തന്നെ ഉണ്ട്. മൈൻഡ് ഫ്ലെയർ അപ്സൈഡ് ഡൗണില് വില്ലിനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുന്നുണ്ട്. വില്ലിനെ പൊസസ് ചെയ്യുന്നു. അതുകൂടാണ്ട് ഡെമോഡോഗ്സ് എന്നുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ആ ടൗണിന്റെ അടിയിൽ ഫുള്ള് ടണൽ ഉണ്ടാക്കുന്നു. ഇത്തവണയും 11 സ്റ്റെപ്പ് ചെയ്യുന്നു. 11 ആ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നു. അതോടുകൂടി ഇത് കഴിഞ്ഞു നമ്മൾ വിചാരിക്കും. പക്ഷേ സ്റ്റിൽ ദ മൈൻഡ് ഫ്ലെയർ ഈസ് വാച്ചിങ് ഓവർ ഹോക്കിൻസ്. സീസൺ 3 വന്നപ്പോഴേക്കും ഹോക്കിൻസിലുള്ള ഒരു റെസിഡൻസിന് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. അവിടെ ഒരു പുതിയ മോള് വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് പോകുന്നു നമ്മൾ വിചാരിക്കും.